ഇന്ന് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ 46-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട നടിക്ക് ആശംസകളും സ്നേഹവും അറിയിച്ച് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്. മഞ്ജുവിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ഇന്നലെ പുതിയ ചിത്രമായ വേട്ടയൻ ചിത്രത്തിലെ പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ പുറത്തുവിട്ടിരുന്നു. രജനീകാന്തിനോടൊപ്പം മഞ്ജു തകർത്താടിയ ആ ഒരു ഗാനരംഗമാണ് ഇന്ന് ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നത്. നിലവിൽ മഞ്ജു വാര്യർക്ക് ഒരു വിജയം കരിയറിൽ അത്യാവശ്യമായി വേണ്ട സമയമാണിത്. മലയാളത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നടി. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഫൂട്ടേജ് എന്ന സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചതും. എന്നിരുന്നാലും അതൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയിട്ടില്ല. അതിനു മുൻപ് റിലീസ് ചെയ്ത വെള്ളരിപ്പട്ടണം, ആയിഷ, മേരി ആവാസുനോ പോലുള്ള തകർച്ചയുടെ ക്ഷീണം മാറ്റേണ്ട സമയമായി. അതേസമയം മഞ്ജുവിന്റേതായി ഇനി വരാനുള്ളത് വലിയ പ്രതീക്ഷയുള്ള സിനിമകളാണ്. മലയാളത്തിൽ എമ്പുരാൻ ഈ പറഞ്ഞ എല്ലാ പരാജയങ്ങളുടെ ക്ഷീണം മാറ്റാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ 3ാമത്തെ സിനിമയാണ്. മോഹൻലാലിന്റെ എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തിനോടൊപ്പം മഞ്ജുവിന്റെ പ്രിയദർശിനി രാമദാസൻ എന്ന കഥാപാത്രവും എത്തരത്തിൽ മാറുമെന്നറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതേസമയം മലയാളത്തിൽ എമ്പുരാൻ അല്ലാതെ മറ്റൊരു സിനിമ മഞ്ജു ഏറ്റെടുത്തിട്ടുമില്ല. മറിച്ച് അന്യഭാഷ ചിത്രങ്ങളുടെ തിരക്കിലാണ്. അമ്രിക്കി പണ്ഡിറ്റ് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറാൻ പോവുകയാണ് മഞ്ജു. വേട്ടയൻ എന്ന ചിത്രത്തിന് പുറമെ വിജയ് സേതുപതി, വെട്രിമാരൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന വിടുതലെ പാർട്ട് 2-ഉം മഞ്ജു വാര്യർ ഫാൻസിന് വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. മിസ്റ്റർ എക്സ് ആണ് മഞ്ജുവിന്റേതായി തമിഴിൽ ഒരുങ്ങുന്ന മറ്റൊരു ചിത്രം.